ബോയ്സ് വാട്സ്ആപ്പ്. നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോണുമായിട്ട് ഒരു ചിൽ പരിപാടി ഉണ്ട്. അത് വരും വഴിയെ നിങ്ങൾ കാണുന്നതായിരിക്കും. കുക്കുണ്ണ എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? കുക്കുണ്ണൻ എന്തോ കാര്യമായിട്ട് പറയണുണ്ട്. സത്യം ശുഭം മംഗളം ഭവിയെന്ന് നമ്മളെ കോസ്റ്റ്യൂം ഒക്കെ കണ്ടല്ലോ. അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു കല്യാണം നടത്തി കൊടുക്കണം. അതാണ് പരിപാടി. എല്ലാരും ഭയങ്കര മൂഡ് ഓഫ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അറിയാൻ എല്ലാരും ടെൻഷൻ. അതാണ് പറയാനുള്ളത്, ടെൻഷൻ. എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്. ഇതിപ്പോ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർകാസ്റ്റ് മാരേജാണ്. അപ്പൊ ഈ ഇന്റർകാസ്റ്റ് എന്ന് പറയുമ്പോ നമ്മുടെ ഈ ഇന്ത്യയിൽ അറിയാലേ, പെണ്ണിന്റെ വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടുകാർ അടിച്ചു കൊല്ലുന്നു, ആ ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടുകാർ അടിച്ചു കൊല്ലുന്നു, തമ്മി അടി, ഇതൊക്കെ തന്നെ പ്രശ്നം. അപ്പൊ നമ്മള് ഇതൊക്കെ ആയിട്ട് പൊരുത്തപ്പെടണം. പക്ഷെ ഇതിന്റെ ഇടയിൽ ഈ പെണ്ണിനും കുഴപ്പമില്ല, ചെറുക്കനും കുഴപ്പമില്ല, ഇതിന്റെ ഇടയിൽ നിൽക്കുന്നവർക്കും കുഴപ്പമില്ല. വീട്ടുകാർക്ക് മാത്രമേ കുഴപ്പമില്ലൂ, ചെറുക്കന്റെ വീട്ടുകാർക്ക് കുഴപ്പമില്ല, പെണ്ണിന്റെ വീട്ടുകാർക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. പെണ്ണിന്റെ ചേട്ടനായിരിക്കുന്നത് ഇരുന്ന് പറയുന്നത് കേട്ടാ. ഇതൊക്കെ ഇത് യൂണിവേഴ്സ് ശരിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ്ട് ഞങ്ങൾ രണ്ട് പെണ്ണിന്റെ വീട്ടുകാരാ. രാത്രി ഒന്ന് മൊസാനാന്ന് പറയും മോനെ. ചെറുക്കൻ രാത്രി ഇന്ന് മൊത്തം ട്രോമയാണ് ചെറുക്കൻ ഇന്ന് രാത്രി. മറ്റേ കാന്താരല്ലോ വാ, അതാണൊക്കെ ഇന്ന് സ്വപ്നം കാണും. മോനെ വാ സുന്നത്ത് ചെയ്യാൻ വാ, ഇന്ന് മോന്റെ സുന്നത്ത് കല്യാണോ. അടുത്ത ദിവസം ആകുമ്പോ മാർക്കം കെട്ടി ഇട്ടേക്കുന്ന പറ്റില്ല, പുതപ്പില് മുണ്ടിൽ 1 രൂപ കോയിനും കെട്ടി കറങ്ങി ഇട്ടേക്കും താഴോട്ട്. എന്നെ പണ്ട് വാ ജുമാസ്കരിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞോണ്ട് ചാടി പോയപ്പോഴത്തേക്ക് നേരെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഇടിച്ചേറ്റി കളഞ്ഞ്. എന്തൊക്കെയല്ലേ. പിന്നെ അല്ലേ അമ്പലം എത്താറ. ഏതാണ്ട് സ്ഥലം കാണിച്ചാ. അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം, അതിൽ 59 കൊമ്പന്മാരുടെ പൂരം. അവരങ്ങനെ ഫോട്ടോ എടുക്കുകയാണ്. നമ്മൾ തന്നെ ഇവിടെ കാരണാത്ത. നമ്മളിനി ഇറങ്ങാൻ പോവാ. എന്താവെന്ന് കണ്ടറിയാം. കൊണ്ടാ ഇതറിയുള്ള മംഗളമായിട്ട് നടന്നാൽ മതിയായിരുന്നു. അതെ, എല്ലാം മംഗളമായിട്ട് നടന്നാൽ മതിയായിരുന്നു. അതെ.